അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് മുന്നേ ഒരാൾ വന്നിട്ട് ഈ ഒരു നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നമ്പറിന്റെ പ്രത്യേകത എന്താണ്, ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ, ചില നമ്പറുകളിൽ ഈ നമ്പർ കൂട്ടുമ്പോൾ പ്രൈസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ നമ്പറിലും അങ്ങനെ വരുന്നില്ല, പക്ഷെ അത് എപ്പോഴും വരുന്നു എങ്ങനെ വരുന്നു എന്നൊരു പിടുത്തല്ല. അപ്പൊ അതിനെ കുറിച്ച് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശരി എന്ന് പറഞ്ഞു. പിന്നെ ആ കാര്യം മറന്നു പോയി വിട്ടു. പക്ഷെ ഇപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഒന്നും കൂടി വേറെ ഒരു കാര്യം വെച്ച് നോക്കിയിട്ട് നമ്മൾ എത്തിപ്പെട്ടത് ഇതിലേക്കാണ്. എങ്കിലും അതിനെ കുറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഈ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു നമ്പറിന്റെ സ്ഥാനവിലയാണ് ഈ കാണുന്ന സംഭവം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഇതിന് ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. നമുക്ക് ഇപ്പോ 4810 അല്ലെങ്കിൽ 4810 എടുക്കാന്ന് വിചാരിക്കാം. 4810 ഈ ഒരു നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നമ്പറിന്റെ സ്ഥാനവില, അതായത് ഒറ്റ 10 100 1000 കണ്ടോ, ഈ ഒരു സ്ഥാനവില നമ്മൾ എഴുതാണ്. ഇവിടെ നമ്മളിപ്പോ ഒറ്റയുടെ സ്ഥാനത്ത് കണ്ടോ 1 ഇട്ടു, ഒറ്റ. ഇത് 10ന്റെ സ്ഥാനമാണ്, അപ്പൊ നമ്മളിവിടെ 10 ഇട്ടു. ഇത് 100ന്റെ സ്ഥാനമാണ്, ഇത് 100ന്റെ സ്ഥാനമാണ് കണ്ടാ. ഇത് 1000ത്തിന്റെ സ്ഥാനമാണ്, അപ്പൊ നമ്മളിവിടെ കിടണം 1000 ഇട്ടു. കണ്ടില്ലേ, ഇതാണ് ഒറ്റ 10 100 1000. ഇനി നമ്മൾക്ക് മൊത്തം കൂട്ടി വയ്ക്കുക. 1000 1100 1110 1111. ഇതാണ് ഈ ഒരു നമ്പറിന്റെ സ്ഥാനവില. ടോട്ടലായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതായത് 4 1 ഒരു നമ്പറിന്റെ സ്ഥാനവിലയാണ്. ഇതുകൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യമില്ല, എങ്കിലും അതുകൊണ്ടൊരു ഐഡിയ ഉണ്ട്, ചെറിയൊരു ഐഡിയ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു നമ്പർ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ 4 1 കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത് വെച്ച് നോക്കിയപ്പോ കണ്ടതാട്ടാ. 21 71 കാണിച്ചില്ല. 21 71 കൂട്ടണം 4 1 അടിച്ചാൽ മതി. കണ്ട, 4 1 അടിച്ചപ്പോ നമുക്ക് കിട്ടിയ നമ്പർ എത്രയാ? 32 82. ഈ 32 82 നമ്മളെ ഭാഗ്യധാരയിൽ അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഭാഗ്യധാരയിൽ. അതായത് ഈ ഒരു നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മള് ഇപ്പൊ സമൃദ്ധി എന്നാണ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, സമൃദ്ധി കഴിഞ്ഞിട്ട് മുന്നിലുള്ള ടിക്കറ്റ് ഏതാ? ഭാഗ്യധാരയാണ്. അപ്പൊ ഏതോ ഒരു ഭാഗ്യധാരയിൽ മാത്രമേ 32 82 അടിച്ചിട്ടുള്ളൂ, അടിക്കുന്നുള്ളൂ. അത് മനസ്സിലാക്കുക. നമുക്കപ്പോ ഒരെണ്ണം വന്നപ്പോ എനിക്ക് വിശ്വാസമായില്ല. രണ്ടാമത്തെ കാണിച്ചില്ല. 23 47 23 47 കൂട്ടണം 4 1 34 58. ഇതും ഒരു ഭാഗ്യധാരയിലാണ് അടിച്ചിട്ടുള്ളത്. കണ്ടല്ലോ, നമ്മൾ സമൃദ്ധി എന്നാണ് കളക്ട് ചെയ്തത്. കറക്റ്റ് ഒരു ഭാഗ്യധാരയിൽ 34 58. ഇതൊരു ഭാഗ്യധാരയാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു നമ്പർ കൂടി സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ 28 38 കാണിച്ചു തരാം. 28 38 കൂട്ടണം 4 1. ഇവിടെ 39 49 ആണ് കിട്ടിയിട്ടുള്ളത്. അതും അടിച്ചിട്ടുള്ളത് ഒരു ഭാഗ്യധാരയിലാണ്. 39 47 ആയിട്ടും അതേ നമ്പർ റൊട്ടേറ്റ് ചെയ്തിട്ട് 34 99 ആയിട്ടും അടിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ എവിടുന്നാണോ കളക്ട് ചെയ്യുന്നത് അതിന്റെ തൊട്ട് മുന്നിലുള്ള ടിക്കറ്റിലാണ് ഈ സംഭവം വരുന്നത്. പക്ഷെ അത് അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്പർ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഭാഗ്യധാരയിലാണ്. ഭാഗ്യധാരയിൽ മാത്രം കുറച്ച് നമ്പറുകൾ എഴുതി വയ്ക്കാം. 5000ന്റെ നമ്പർ നോക്കിയിട്ട് നെക്സ്റ്റ് ഭാഗ്യധാരയ്ക്കുള്ളത് മാത്രം എഴുതി വയ്ക്കാം. നെക്സ്റ്റ് കാരുണ്യ പ്ലസ് എഴുതി വയ്ക്കാം. നെക്സ്റ്റ് ശ്രീ